വീണ്ടും പ്രിവിൽഡ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പല വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി 5 മണിക്ക് ഇടുന്ന മെസ്സേജുകൾ ധാരാളം പേര് കാണുന്നു. വീണ്ടും നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, പെന്തിക്കോസ്ത് സഭകൾ ധാരാളം പീഡനം, പെന്തിക്കോസ്ത് സഭകൾ നല്ല കാത്തലിക്സ് അല്ലേ, വിവിധ സഭകൾ പീഡനം നേരിടുന്നു. അപ്പം നമുക്കിതിനകത്ത് നമ്മളിൽ നിന്ന് വേണ്ട, ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ എന്താണ്, അതേക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതെന്തോ ബ്രദറെ ചോദിക്കാൻ? ഇപ്പം പലപ്പോഴും ഈ പ്രസംഗങ്ങൾ നടക്കുന്നു, ദൈവവചനം ശുശ്രൂഷിക്കുന്നു, എല്ലാം നടക്കുന്നു. പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്ട് ജനങ്ങളിലോട്ട് എത്തുന്നില്ല. കേവലം ഒരു പ്രഭാഷണം പോലെ ആയിത്തീരുന്ന വചനം മാത്രം മതി. വചനത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സത്യമാണ്, വചനത്തിലാണ്. പക്ഷെങ്കിൽ അത് ആ ഒരു പ്രവണത കൂടി വന്നുകൊണ്ട് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും നിരാകരിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും വരുന്ന ഒരു രീതി വന്നു. അതുമൂലം നമ്മൾ പ്രസംഗിക്കപ്പെടുന്നതിൻ്റെ ഒരു ആത്മീയ മർമ്മത്തിന്റെ മാനിഫെസ്റ്റേഷൻസൂടെ വരേണ്ട ആവശ്യകത ഇല്ലേ? 100% പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ. അടുത്തിടെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ബെന്നിയന്റെ ഒരു മിനിസ്ട്രി, പാസ്റ്റർ ബെന്നിയന് ഉഗാണ്ടയിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം, ഒരു 10-15 വർഷത്തിന് ശേഷം, അത് കെന്നത്ത് കോപ്ലൈൻ പുള്ളിയെ കൂടി പ്രവചിച്ചു 2025 ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരിക്കും. ഇപ്പൊ 20 രാജ്യങ്ങൾ, ആഫ്രിക്കയിൽ തന്നെ പുള്ളിയുടെ ക്രൂസൈഡുകൾ, 50,000 പാസ്റ്റേഴ്സ് ഒരു മനുഷ്യന്റെ മുമ്പിൽ കൂടുക എന്ന് പറഞ്ഞ് ചിന്തിച്ചു. 50,000 പാസ്റ്റേഴ്സ്, നമ്മുടെ പല ബ്രദേഴ്സ് അവിടെയൊക്കെ പോയി അറ്റൻഡ് ചെയ്തു. ഞാൻ കണ്ട ഒരു കാര്യം, അവിടുത്തെ പ്രസിഡന്റും പ്രസിഡന്റ് മകളും വന്ന് സ്റ്റേജിലിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഒരു കൺവെൻഷൻ നടന്നാൽ, നമുക്കറിയാം പല നമ്മുടെ പെന്തിക്കോസ്ത് കൺവെൻഷനുകളിൽ നമ്മുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ പ്രതിപക്ഷ മന്ത്രി, പലരും വന്ന് എന്തെങ്കിലും ഒരു 2 മിനിറ്റ് അവർക്ക് കൊടുക്കുന്നു, കൃതജ്ഞത, നന്ദി, അവർ പോകുന്നു. പക്ഷെ ഫുൾ മിനിസ്ട്രിയിൽ ഇരിക്കുന്ന കാണുന്നില്ല. കാരണം നമ്മൾ പറയുന്ന ദൈവവചനം കേൾക്കാൻ മാത്രമേ ഉള്ളൂ. ഫിലിപ്പോസ് ശമരിയയിൽ ചെയ്ത അത്ഭുതങ്ങൾ കാണുകയാലും കേൾക്കാനും. അപ്പൊ കാണണം, കേൾക്കണം. നമ്മൾ കേൾക്കുന്ന തലത്തിൽ മാത്രം. കാരണം പലരും ഈ ഒരു വചനത്തെ കൂട്ടി, എന്തോ അന്ത്യകാലത്ത് നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിങ്ങൾ ഭൂതങ്ങളെ പൊടുത്തി, കർത്താവ് നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവര് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കർത്താവ് പറഞ്ഞ അധർമ്മം പ്രവർത്തിക്കുന്നവർ അല്ലേ, ദൈവത്തിന്റെ വ്യവസ്ഥയിൽ, ദൈവത്തിന്റെ ക്രമത്തിൽ നിൽക്കുന്നവരിലൂടെ അന്നുമെന്നും അത്ഭുതങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അങ്ങനെ ആ നാട് മുഴുവൻ ഒരു ചെറിയ മനുഷ്യനിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ പെന്തിക്കോസ്ത് സഭകൾ പീഡനം നേരിടുന്നു. എല്ലാം ചെയ്യുന്നെങ്കിലും ഏലിയാവിൻ്റെ കാലഘട്ടങ്ങളിൽ ഏലിയാവിന് പറയുന്ന പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രാഗൽഭ്യം? തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം. അത് ശരിക്കും ഒരു ചലഞ്ചായിരുന്നു അല്ലേ? എല്ലാവരും അതുവരെ മൗനമായി നിന്ന മനുഷ്യരെല്ലാം, എല്ലാ ജാതി വിഭാഗങ്ങളും അവരെല്ലാം പറഞ്ഞു നല്ല വാക്ക് അല്ലേ. പക്ഷെ അദ്ദേഹം, ദൈവമേ നീയാണിത് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും ഈ ജനത്തിലേക്ക് വീണ്ടും ഹൃദയം തിരിച്ചെന്നും നീ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് തീ ഇറങ്ങി ദയിപ്പിച്ചില്ലേ. അവർ വീണെല്ലാവരും പറഞ്ഞു യഹോവ തന്നെ ദൈവം. പറഞ്ഞില്ലേ, നമ്മൾ ജീവനുള്ള ദൈവം നമ്മൾ പറയുമ്പോൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. യേശുവിൻ്റെ അടുക്ക് പക്ഷപാതക്കാരനെ 4 പേര് ചുമ്മിക്കൊണ്ട് വന്നിട്ട് അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് ആദ്യം എന്താ പറഞ്ഞു, മകനെ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. പിന്നെ പറഞ്ഞു കിടക്കെടുത്ത് നടക്കാൻ. ഈ പാപം മോചിച്ചു തന്നിരിക്കുന്നതാണോ കിടക്കെടുത്ത് കഥ? ഏത് എളുപ്പം? 2 എളുപ്പമല്ലാന്നോ? ഇപ്പം എനിക്ക് ചുമ്മാ ഇപ്പം പറഞ്ഞോട് പറയാനൊക്കെ പറഞ്ഞ പാപം മോചിച്ചു തന്നു. 2നും കർത്താവ് ക്രൂശിൽ വില കൊടുത്തു. അപ്പം അവരുടെ മുമ്പിൽ 4 പേര് ചുമന്നുകൊണ്ട് വന്നവൻ അവരുടെ മുമ്പിൽ നടന്നു പോകുന്ന കണ്ടപ്പോൾ അവനെ ഓർത്ത് ദൈവത്തെ എന്ത് ചെയ്തവര് മഹത്വപ്പെടുത്തി. ബ്രദറെ, ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ സഭകളിൽ പാരമ്പര്യങ്ങളെ നമ്മൾ മുറുകെ പിടിച്ച് ദൈവവചനം മാത്രം മതി എന്ന് പറഞ്ഞ് അതിനോട് വേറെ ഒന്നും വേണ്ട എന്ന ലെവലിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിനെ കെടുക്കരുന്നുണ്ടല്ലേ. ആ ദൈവദാസൻ പറയുന്ന പരിശുദ്ധാത്മാവുമായുള്ള നടത്തിപ്പിലാണ്. പക്ഷെ പറയുമ്പോൾ തന്നെ പലപ്പോഴും ഇങ്ങനെ ചിലർ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇതൊന്നും വേണ്ടെന്ന്. നമ്മൾ ഒരു ദേശത്ത് സുവിശേഷീകരണമായിട്ട് ചെല്ലുമ്പോൾ, നമ്മളിപ്പോൾ ഈ ക്രൂസൈഡുകൾ നടത്തുന്നത്, അവിടാണ് ഇതിന്റെയൊക്കെ ആവശ്യം. നമ്മൾ ഇപ്പോഴും സുവിശേഷീകരണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് തെളിയിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്ന രോഗി ഉണ്ടായിരുന്നല്ലോ 7 ക്രൂസൈഡ്. ബ്രദർ കണ്ടില്ലേ, നമ്മൾ സാധാരണ സ്ഥലത്താണോ മദ്യപാനികൾ, പ്രത്യേക ആ വെല്ലുവിളികൾ വരാവുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ മുഴുവൻ ചെയ്തത്. അവിടെയെല്ലാം നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആഗ്രഹം വചനം പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഒരു മാനവശേഷം കണ്ടല്ലേ. ധാരാളം സൗഖ്യം, കിടക്ക രോഗികൾ ഇല്ലേ, 3 വർഷം കിടന്ന ഒരു രോഗി എഴുന്നേറ്റ് അവിടെ സാക്ഷ്യം പറയുന്നു, ക്യാൻസർ രോഗി. അപ്പോൾ അത് നടക്കണം.
അതിനെ നമുക്ക് എതിർക്കാൻ ഒക്കത്തില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ മറ്റ് ഹിന്ദു സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, നമ്മുടെ യേശുവിൻ്റെ നാമം നമ്മൾ പറയുമ്പോൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യകത നമുക്കുണ്ട്. ദൈവം അത് ചെയ്യുന്നത്. സുവിശേഷം പറയും അങ്ങനെയല്ലേ, അവർ പറഞ്ഞ വചനത്തെ അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു. അത് വേണ്ടെന്ന് പറയുന്ന ഒരാൾക്ക് ഉറപ്പിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ദൈവം അത് ഉറപ്പിക്കും. അപ്പം അങ്ങനെ ഇന്ന് ഭയം ദൈവസഭയിൽ നിന്ന് മാറിയിരിക്കുക, ദൈവഭയം. മാനിഫെസ്റ്റേഷന്റെ സിഗ്നിഫിക്കൻസ് ഇപ്പം ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയുണ്ട്. അപ്പം അവരെ പിടിച്ചു, അവരെ തീച്ചൂളയിൽ ഇടുന്നു, പക്ഷെങ്കിൽ അവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നു. അവരെന്തോ പറഞ്ഞേ, രാജാവ് പറഞ്ഞെന്തോ 7 മടങ്ങ് തീച്ചൂള ഇല്ലയോ വർദ്ധിപ്പിച്ചു. അവര് പറഞ്ഞു ഞങ്ങൾ എന്തോ ഇതിനു മുമ്പ് വീഴുന്ന പരിപാടിയില്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ, അവർ ഗോഡ് വിൽ ഡെലിവർ അസ്, ഇനി ഈവൻ ഇഫ് നോട്ട്, ഇനി ഇല്ലെങ്കിലും എന്ത് ചെയ്യും. പക്ഷെ അവിടെ ഈ രാജാവ് നോക്കുമ്പോൾ 4ാമനായി ദൈവദൂതന് സദൃശനായ ഒരാൾ തീയിലിറങ്ങിയില്ലയോ. ഈ രാജാവ് പറഞ്ഞു ഇനിയും ചന്ദ്രകമേശക അബേദ്നെഗോവിന്റെ ദൈവത്തെ അല്ലാതെ ആരെയും ഇവിടെ ആരാധിക്കാൻ പാടില്ല. എന്താ നിയമം വന്നു. സിംഹക്കൂട്ടിൽ പട്ടിണിക്കിട്ട സിംഹത്തെ ദാനിയേലിന് കേടുപാടുകൾ വരുത്തിയില്ലെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു നിന്റെ ദൈവം അല്ലേ. അപ്പം ഞാൻ ചോദിക്കുന്നത്, പൗലോസ് മെലിത്താദ്വീപിൽ വെച്ച് കയ്യിലാണല്ലേ തൂങ്ങി കടന്നപ്പോഴേ ഈ ഇദ്ദേഹം വന്ന സൂട്ടിൽ ആരെങ്കിലും പ്രൈസ് ലോർഡ് ഭാഷ എന്ന് പറഞ്ഞു പൗലോസിനെ കണ്ട് പറ, വേഷങ്ങളിലോ രൂപം, നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഒത്തിരി മുറുകെ പിടിക്കുന്നുണ്ട്. അവിടെ ഒന്നും പറ, കുലപാതകൻ എന്നല്ലേ അവർ വിളിച്ചത്, മർഡർ. പക്ഷെ താൻ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു. അവരെല്ലാം പറഞ്ഞു അങ്ങനെയുള്ള മരുഭൂമി, അങ്ങനെയുള്ള വലത്തെ പാമ്പുകൾ ഭയങ്കര വിഷമാണ്, താൻ വീർക്കും ചാകും. 2 കാര്യമാണ് പറഞ്ഞ്, ചൊല്ലി ചെയ്യും, പിന്നെ അല്ലെങ്കിൽ എന്തോ മരിക്കും. പക്ഷെ ഒന്നും സംഭവിക്കുന്ന അവരെന്താ പറഞ്ഞ്, ദേവൻ. അതിന് വേണമെങ്കിൽ ഇങ്ങനെ പറയും ദൈവ മനുഷ്യൻ. അവിടെ ആ ഗ്രാമത്തെ മുഴുവൻ പൗലോസ് ഇളക്കിയില്ലേ. പെട്ടെന്ന് അവർ ഇന്ന അവിടെ ഒരു ദേശാധിപതി, അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയക്കെ അതിസാരം, ഛർദി, അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, ഗിഫ്റ്റുകൾ അവർ കൊടുക്കുന്നു ഇല്ലയോ. അപ്പം ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് ജനം കണ്ണിന് കാണണം. പണ്ട് കൊച്ചുദേശിയെക്കുറിച്ചൊരു കഥ അറിയാവോ? എനിക്ക് എൻ്റെ കൂടുതൽ വിശദാംശം എനിക്കറിയത്തില്ല. അദ്ദേഹം അന്നത്തെ കാലമില്ലേ, ആറന്മുള മൂത്താം പക്കൽ കൊച്ചു ഉപദേശി ഞങ്ങൾ ബഹുമാനിക്കുക. എൻ്റെ പിതാവ് അദ്ദേഹത്തിന് ഒത്തിരി പടമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ കൃഷി ചെയ്ത കൂട്ടത്തിൽ, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അതേക്കുറിച്ച് അറിയത്തില്ല, അദ്ദേഹം കൃഷി ചെയ്ത കൂട്ടത്തിൽ ആരോ പാകമായപ്പോൾ കൊല വെട്ടിക്കൊണ്ട് പോയി. ഇദ്ദേഹം വൈകിട്ട് വന്നു. അന്നത്തെ കാലങ്ങൾ അറിയാമല്ലോ, ഇതൊക്കെ കൃഷി ചെയ്തും ഇന്നത്തെ പോലുള്ള വരുമാനങ്ങളൊന്നുമില്ല, ജീവിക്കണ്ടേ. അപ്പം അദ്ദേഹം വന്ന് ചോദിച്ചു, പറഞ്ഞു പെട്ടെന്ന് അതിൻ്റെ സ്റ്റൈൽ ഇങ്ങനെ, മികായേൽ എന്തിയെ, ഗബ്രിയേൽ നീ എവിടെ പോയി, നിന്നെ ഏൽപ്പിച്ചിട്ടില്ലേ ഞാൻ പോയത്, ഇത് മോശമായിപ്പോയി, നാണംകേടായിപ്പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരുത്തനാണെങ്കിൽ എന്തോ തലയിൽ കൊല വെച്ചോ പറയാം, എന്നെ അടിക്കണ്ട, എന്നെ അടിക്കരുത്, എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ കൊടുത്തേക്കാം, ഞാൻ ആരും കാണുന്നില്ല. പുള്ളി കൊണ്ടുവന്ന് അവിടെ കൊല വെച്ചിട്ട് പോയി. ഞാൻ ചോദിക്കുന്നത്, പഴയ പിതാക്കന്മാരുടെ പ്രാർത്ഥനയെ വിഷം ഇറങ്ങിയിട്ടില്ലേ, വിഷപ്പാമ്പുകൾ കടിച്ചത് ഇല്ലേ, അവർ പ്രാർത്ഥിച്ചു ആരാധിച്ചു. പണ്ട് ആ ഭയം ഒപ്പം പോയി. ആ ഭയം എന്ന് ആധുനികതയിലേക്ക് വന്നപ്പോൾ, പ്രോസ്പെരിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, ദൈവം ഇല്ലാത്ത പ്രോസ്പെരിറ്റിയിലൊക്കെ ഒത്തിരി കാര്യങ്ങളിലേക്ക് പോയപ്പോൾ എന്ത് വന്നു, ഈ ഭയം മാറി. ഈ ദൈവഭയം, പെന്തിക്കോസ്തുകാരെ എന്നുള്ള വിഷയം വിട്, യേശുവിനെ ആരാധിക്കുന്ന ദൈവഭയത്തിൽ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചോട്ടെ, അനന്യാസ് സബീറയും ജസ്റ്റ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെയാവും വ്യാജം കാണിച്ച്, സാത്താൻ എന്താ നിന്റെ ഹൃദയം അപഹരിച്ചെന്ന് ചോദിച്ചപ്പോൾ അനന്യാസ് വീണില്ല. ഇവിടെ വീണോ? സ്ത്രീ വന്നപ്പോൾ അവക്കും ഒരു ഓപ്ഷൻ ഒരു അവസരം കൊടുക്കുക, ഒരു ഓപ്പർച്യൂണിറ്റി. അവളും പറഞ്ഞു അതേന്ന് പറഞ്ഞു. അത് തന്നെയാണോ? അവർക്ക് വേണമെങ്കിൽ പറയാം, അല്ല സാറേ തെറ്റിപ്പറ്റിപ്പോയി, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ അല്ലേ. എനിക്ക് ഭയങ്ങൾ ആദിമസഭകളില്ലായിരുന്നു. ഈ ശക്തി നിന്നുപോയോ? അതോ ആ പരിശുദ്ധാത്മാവല്ലേ ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആണോ? യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവല്ലേ നമ്മുടെ ഉള്ളിൽ? നടക്കത്തില്ലയോ? കാര്യം വിലക്ക് ഇതങ്ങനുണ്ട്. പരിശുദ്ധാത്മാവെ നീ പ്രവർത്തിക്കണമെന്ന് വിലക്ക് സഭകൾ മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കാമെങ്കിൽ ഒരു വലിയ സ്വാതന്ത്ര്യത്തോട് നമുക്ക് സുവിശേഷം അറിയിക്കാൻ കഴിയും. ഞാൻ പണ്ടെൻ്റെ ചെറുപ്പകാലങ്ങളല്ല, ഞാൻ ഈ കർത്താവിനെ അറിഞ്ഞ കേട്ടത് 2000 കാലഘട്ടത്തിൽ ഞാൻ വൈഫിനോട് പറയും, കടലിൻ്റെ മീതെ തമാശ ഒന്ന് അടക്കണമെന്നുണ്ട്. എൻ്റെ വൈഫ് പറഞ്ഞാൽ 80-90 വയസ്സായിട്ട് മതി, ഞാൻ പോയാൽ അതിനെ മീൻസ് എന്തോ ഒരു വിശ്വാസത്തിൽ പറഞ്ഞ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് അത് ചെയ്തെങ്കിൽ കർത്താവ് നടന്നാൽ നമുക്ക് പറ്റും. കർത്താവ് വച്ചോളം മീഞ്ഞാക്കി, കർത്താവ് മുടനെ സൗഖ്യമാക്കി. കർത്താവ് പ്രവർത്തിച്ചത് എങ്ങനെയാ? നമ്മുടെ ഉള്ളിലുള്ള അതേ ആത്മാവില്ലേ, നമ്മളത് ആഗ്രഹിച്ച ദൈവം ചെയ്യും. ദൈവം ചെയ്യത്തില്ലയോ? കാരണം അവരുടെ മുമ്പിൽ ഒരിക്കൽ നമ്മുടെ IBCയിലെ KC1 പാസ്റ്റർ, എൻ്റെ ഒരു ആത്മീയ പിതാവ്, അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തി കേട്ടു. അതേ ഒരിക്കൽ പറഞ്ഞു, ഒരു പ്രസംഗത്തിൽ പറഞ്ഞെങ്ങനെ, കരയിൽ കൂടെ നടന്നു വരുന്ന യേശുവിനെ ആര് കണ്ടുള്ളൂ? ശിഷ്യന്മാർ. പക്ഷേ കടലിൻ്റെ മീതെ നടന്നു വരുന്നവനെ കടലിന് മീതെ വന്നപ്പോഴെന്താ വന്നു? ഭൂതം. അപ്പം നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാണുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു, ഇത് തട്ടിപ്പായി, ഇത് ദുരുപദേശം, ഇത് ഇപ്പം എല്ലാം പറഞ്ഞല്ലോ ഇത് നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കുക ദുരുപദേശം. അതേസമയം
ആത്മാവിന് സ്വാതന്ത്ര്യമുണ്ട്. ഈ കർത്താവ് അന്ധനെ സൗഖ്യമാക്കി, വിവിധതരമായ ശുശ്രൂഷകളിൽ നടന്നത് ആണോ? ഇന്ന് പരിശുദ്ധാത്മാവിന് വ്യത്യസ്തമായിട്ട് ചെയ്യരുതോ? പത്രോസിനെ നിഴലിട്ട് രോഗികൾ സൗഖ്യമായി, പൗലോസിൻ്റെ റൂമാല് കൊണ്ട് രോഗികളുടെ ഇടുക. ഈ ശുശ്രൂഷകളൊക്കെ സഭയിലൊന്ന് വെളിപ്പെട്ട് വന്നാൽ ജനങ്ങൾ ചേർന്ന് വരാനിടയാകും. അവർ തന്നെ പറയും, ജീവനുള്ള ദൈവം, തീ കൊണ്ട് ഉത്തരവള്ളുന്ന ദൈവം തന്നെ. ഇതാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ തന്നെ ഒരു മറുവശം പറയട്ടെ, ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വചനത്തെ ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്നുണ്ട്. ചിലത് നമുക്കറിയാം, ചിലടത്ത് ചെയ്യുന്ന ബ്രദറെ, ഞാൻ ശിക്ഷിക്കാൻ ഞാൻ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വചനം പറയാതെ ഞാൻ ഒരു മാനിഫെസ്റ്റേഷനും പോകത്തില്ല. കാരണം വചനത്തിൻ്റെ വേദപുസ്തക നിയമം വചനത്തെ ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളാലും ഉറപ്പിച്ചു. അല്ലാതെ വചനമില്ലാതെ പ്രത്യേക ഒരു ആരാധന, പ്രത്യേക ഒരു സാഹചര്യങ്ങളോട് പോകുന്നു, ചില പടത്തില്ല, അവിടെ ചെന്നിട്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല, അങ്ങനെ വരരുത്. അമ്മാമ്മയുടെ നേരത്തെ ഭൂതകളായി പോയി, അച്ചാനിൽ നിന്ന് ഭൂതം പോയി, പക്ഷെ അവർക്ക് വചനം കിട്ടിയില്ല. വചനം പറയണം. വചനം പറയുമ്പോൾ തന്നെയും പ്രദർശനം. പൗലോസ് എന്താ പറഞ്ഞത്? എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ ഓഫ് സ്പിരിറ്റ്. എൻ്റെ പ്രസംഗം വെറുതെ അല്ല, എൻ്റെ പ്രസംഗത്തിൽ മാനിഫെസ്റ്റേഷൻ. പുള്ളി പറഞ്ഞെന്തോ, അത്ഭുതങ്ങളാണാലും അടയാളങ്ങളാലും അല്ലാതെ ദൈവം പ്രവർത്തിച്ചതല്ലാതെ വേറൊന്നും പറയാൻ ഞാൻ തുനിയുന്നില്ല. യേശുവിനെ കുറിച്ച് എന്തോ, പത്രോസിൻ്റെ കാച്ചിക്കുറിക്കുള്ള പ്രസംഗം കൊർന്നലൂസിൻ്റെ ഭവനത്തിൽ വെച്ച് നന്മ ചെയ്തു പിശാച് ബാധിച്ചവരെ സൗഖ്യവാങ്ങി നടന്ന വർത്തമാനം. യേശു എന്താ പറഞ്ഞ്? നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട ഒന്നും വേണ്ട, പ്രവൃത്തിയിൽ വിശ്വസിപ്പിൻ. യേശു അതല്ലേ പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾ വിശ്വസിപ്പിൻ. അപ്പോൾ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ യേശുവില്ലാതെ, ഫലമില്ലാതെ, ഞാനൊരു സുവിശേഷകനാണ്, ജീവിതത്തിൽ യാതൊരു അടുക്കും ചിട്ട ഒന്നുമില്ല, ഫലമില്ല, പേരിന് വിശ്വാസിയാ, പേരിന് സുവിശേഷകനാ, അങ്ങനെ വരാൻ പാടില്ല. ഒരു ഭയം, ഒരു കള്ളം പറയാനുള്ള ദൈവമക്കൾക്ക് മടിയില്ല. ദൈവസഭയുടെ, ഞാൻ പറഞ്ഞില്ലേ, അതിക്രമങ്ങൾ കാട്ടാനും ദൈവസഭകൾക്കോട് അകത്ത് നടക്കുന്ന പീഡനങ്ങൾ. പണ്ടാണ് ഒരു ഉപദേശിയുടെ നേരെ, ഒരു ഭാഷണ നേരെ വിരൽ ചൂണ്ടത്തില്ല. ഇന്ന് ആ ലെവലിലേക്ക്, ഇന്ന് സോഷ്യൽ മീഡിയ അതിനുള്ള ലെവലിലേക്ക് വന്നു. പക്ഷെ എപ്പോഴും ചിന്തിച്ചു, അഭിഷിക്തന്മാർ എപ്പോഴും അഭിഷിക്തന്മാരാണ്. ഒരു ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. ഒരു അഭിഷിക്തൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചിട്ട് പിന്നത്തേതിൽ അനുദപിച്ച ഒരു ദാവീദുണ്ട് അല്ലേ? ദൈവം പക്ഷേ ശൗലിനെ കൈകാര്യം ചെയ്തോ? പക്ഷെ ദാവീദ് അതിന് ചെയ്തില്ല. ഒരിക്കൽ ദാവീദിൻ്റെ ബാല്യക്കാരൻ പറഞ്ഞു, ഒറ്റ കുത്തുകൂട്ടത്തിൽ നിലം പറ്റേ ചെയ്യല് പറഞ്ഞവനെ ദാവീദ് കൈകാര്യം ചെയ്തു. കാര്യം അവരെ ഓണർ ചെയ്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം ഓർത്ത്. നമ്മൾ അഭിഷേകത്തെ, അഭിഷിക്തന്മാരെ ബഹുമാനിക്കുക. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാ ശിക്ഷിക്കുന്നത്? അവർ? ദൈവം. ന്യായവിധി എനിക്കുള്ള അല്ലേ? അപ്പോൾ ദൈവം അത് ചെയ്യും. പക്ഷേ എനിക്ക് ഇന്ന് ഈ സന്ദേശത്തിന് പറയാനുള്ളത്, നമ്മുടെ ശുശ്രൂഷകളിൽ ചെറുതായാലും വലുതായാലും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണണം. ജനം അത് വിശ്വസിക്കണം. ഒരു വരുമ്പോൾ വ്യത്യസ്തത, ജീവനുള്ള ദൈവത്തിൻ്റെ മിനിസ്ട്രിയുടെ വ്യത്യസ്തത നമ്മൾ കാണിക്കണം. അത് വരുമ്പോൾ ജനം സുവിശേഷത്തിലേക്ക് വരും. വിളിച്ചത് അതിൽ അവൻ കണ്ട അത്ഭുതങ്ങൾ കണ്ട് ധാരാളം പേർ അവനിലേക്ക് ചേർന്ന് പറയാനിടെ അവർ കാണുകയാലും കേൾക്കുകയാലും അവർ തലത്തിലേക്ക് വരും. ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു.